ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നലെ ചെയ്ത മീഷോൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ. ഞാൻ ഇന്നലെ കുറേ പ്രൊഡക്റ്റ്സ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഒരു പഴയ കത്രിക തപ്പി പിടിച്ച് വെച്ചു. എൻ്റെ കയ്യിൻ്റെ പണി പോവാളാണ് ഇങ്ങനെ വലിച്ചു തീർക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു കത്രിക ഗിഫ്റ്റ് ചെയ്തു, പഴയത്. അപ്പോൾ എന്താ വലിയ സുഖമൊന്നുമില്ല, പക്ഷേ മാഷാഅല്ലാ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിൽ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ആമസോണിൽ നിന്നൊരു കുർത്ത സെറ്റ് പർച്ചേസ് ചെയ്ത ടൈമിൽ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ നല്ല മെറ്റീരിയലാണ്. അത് കുറേ ലാസ്റ്റ് ചെയ്തിട്ട് ഒരു 1 ഇയർ 1.5 ഇയർ ഒക്കെ ആയി, പക്ഷെ എപ്പോഴും അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നോർമൽ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ടൊരു തുന്നി കൊടുക്കുക ചെയ്ത്, അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ. നല്ല അടിപൊളി മെറ്റീരിയൽ ഇടാം, നല്ല സുഖമാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഞാൻ എക്സലാണ് സൈസ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം ലൂസ് ആയിക്കോട്ടെ. ഇനി സൈസ് എങ്ങനെ ഇതിൻ്റെ വരികയെന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ നമ്മുടെ സൈസിനെക്കാട്ടിലും ഒന്ന് കൂട്ടിയെടുക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ എക്സലാണ് സൈസ് എടുത്തിട്ടുള്ളത്. നോർമലി എനിക്ക് മീഡിയം ഒക്കെ മതിയാവും. അപ്പോൾ ഞാൻ എക്സൽ എടുത്തുകൊണ്ട് എന്തായാലും ഇപ്പോൾ എനിക്കല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാമെന്ന് എടുത്താണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് വേറെ ആർക്കും കൊടുക്കാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇത് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റഡ് പാൻസ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ജീൻസൊക്കെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. ഇത് മീഷോ തന്നെ അല്ലേ എന്ന ഡൗട്ട് ഉണ്ട് എനിക്ക്, കാരണം അത്രയും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ബ്ലൂ ഇത്ര ഇഷ്ടമാണോ എന്ന് ആരും ചോദിക്കേണ്ട, പക്ഷേ എനിക്കങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ലാസ്റ്റ് ഞാൻ വന്നിട്ട് ബ്ലൂമിലാണ്. അപ്പോൾ ഇതും എനിക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടിയ ഒരു സെറ്റാണ്. ഒരു ഗൗണ്, പിന്നെ അതൊക്കെ വൈറ്റ് കളർ ഒരു പാൻസ് വരുന്നുണ്ട്, പിന്നെ കോട്ടൺ ദുപ്പട്ട ഒക്കെ വരുന്നുണ്ട്. ദുപ്പട്ടാൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും എക്സ്ട്രാ വർത്തായ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കറക്റ്റ് ഇത്ര എനിക്ക് ഓർമ്മയില്ല, ഞാൻ റേറ്റ് നോക്കിയിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. This is also blue. ഞാൻ തന്നെയല്ല ഓർഡർ ചെയ്തതൊക്കെ എനിക്കറിയില്ല, എന്തായാലും ബ്ലൂ ആൻഡ് വൈറ്റ് തന്നെയാണ് ഇത്. ഇത് ബാഡ് സ്മെല്ലുണ്ട്, ബട്ട് പ്രൊഡക്റ്റ് ഈസ് ഓക്കെ. നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു കുർത്ത, ഇതിൻ്റെ അടിയിൽ ഇതാ ഒരു വൈറ്റ് ഇട്ട്, പിന്നെ ഇതാ പാൻറ്റും ഷാളും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഒരു വൈറ്റ് പ്രിൻറ്റിൽ. എനിക്ക് ഇതിലേറെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മുമ്പത്തതാണ്. കുഴപ്പമില്ല, ഇത് വലിയ സോഫ്റ്റ് അല്ല മെറ്റീരിയൽ വരുന്നത്. പിന്നെ ദുപ്പട്ടാൻ്റെ എൻഡിലൊക്കെ ഇങ്ങനെ ഒരു വർക്കൊക്കെ ഉണ്ട്, സംഭവം ഭംഗിയുണ്ട്. ബട്ട് എനിക്ക് ഇതിൻ്റെ മുമ്പത്തത് വർക്കും കാര്യങ്ങളും ക്ലോത്തൊക്കെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുക്കാം. അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെയാണ്. വെയ്റ്റഡ് വണ്ണൊക്കെ അണ്ടർ 500 വരുന്ന ഒരു അബായ ആണ് കേട്ടോ. ബ്ലാക്ക് അബായ, എൻഡിൽ ഇങ്ങനെ ത്രെഡ് വർക്ക്, വൈറ്റ് ത്രെഡ് വർക്കൊക്കെ വരുന്ന ഒരു ബ്ലാക്ക് കളർ അബായാണ്. ഇതിന് 500 റുപ്പീസിൻ്റെ ഉള്ളിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി അബായ തന്നെയാണ്. എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു അബായാണ്. അബായ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ അബായ ലവേഴ്സിനൊക്കെ മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്താൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. 10 on 10 പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനിതിൻ്റെ ലിങ്കും സ്റ്റൈൽ ചെയ്ത ഫോട്ടോ ഒക്കെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും സ്റ്റൈൽ ചെയ്ത ഫോട്ടോ സൈഡിൽ, പിന്നെ എക്സാക്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിങ്ക് കയറി നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതിനേക്കാളും ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. എന്നാലും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു കോഡ് സെറ്റാണ്, ഒരു പ്രിൻ്റഡ് കോഡ് സെറ്റാണ്. നല്ല ക്വാളിറ്റിയിലൊരു പ്രിൻ്റഡ്, ഇത് പലാസോ. കേട്ടോ, ഇതാക്കൊരു സ്റ്റൈൽ ചെയ്യാനൊരു ബെൽറ്റൊക്കെ ഉണ്ട്.
അതെങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇത് ഇട്ട് നോക്കിയിട്ട് ഒരു ഫോട്ടോ പിന്നെ ലിങ്കൊക്കെ കൊടുക്കാം. ഇത് ഞാൻ എന്ത് റേറ്റാണെന്ന് കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ചെറിയ റേറ്റാണ് പറഞ്ഞത്. നല്ല റേറ്റുള്ള പ്രൊഡക്റ്റ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്യാറില്ല. അപ്പോൾ ആ റേറ്റിന് വർത്തായ പ്രൊഡക്റ്റാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. മസ്റ്റായിട്ടും ബൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ. ലാസ്റ്റ് പാക്കേജിങ്ങാണ്. Wow, guys, I get seated. ഇവിടെ ഉണ്ട്. ബാഗാണ് കേട്ടോ. 200 സംതിങ് വരുന്ന ഒരു ബാഗാണ്. ബെസ്റ്റ് ബാഗാണ്. നല്ല ലെതറാണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷെ നല്ല സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണ്ടവർ മസ്റ്റായിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മീഷോ ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിന് 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് പോയി കണ്ടേക്കാം. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. ഞാൻ വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റും എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. കൊടുത്ത റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ. പിന്നെ ഓരോ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ സൗണ്ട് ഇല്ലാതെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. ബട്ട് അത് ഓരോ പ്രൊഡക്റ്റും ഞാൻ നിങ്ങളെ മുന്നിൽ തന്നെയാണ് അൺബോക്സ് കാണിച്ചത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ അത് ആലോചിച്ചിട്ട് തുറക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.